ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്തുള്ള അടുത്തുള്ള സ്ഥലത്ത് പോയി കല്യാണം കഴിക്കാതെ ഒരുപാട് വൈൽഡ് ചോയ്സ്. ഞാൻ സത്യം എല്ലായിടത്തും കൽക്കട്ട, ഡൽഹിയിൽ, ഹൈദരാബാദ് ഒരുപാട് സ്ഥലത്ത് പോയിട്ടാണ് കല്യാണം കഴിച്ച മീറം UP മീറം നിങ്ങൾക്ക് ഒന്നാം പറഞ്ഞ സ്ഥലത്ത് ഞാൻ രജപുത്ര ഒരു 35 പ്രാവശ്യം ഞാൻ വർക്ക് ചെയ്ത് പോയി ഡോക്ടറെ കണ്ടതാണ്. എവറി ടൈം സ്റ്റെപ്പ് ചെയ്ത് വർക്ക് ചെയ്ത് ഡോക്ടർ നമ്മൾ ആരെങ്കിലും നമ്മളെ അനുഭവം ചെയ്തിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ആർ യു ഡോക്ടർ? എപ്പോഴും ഹൗ ആർ യു ഡോക്ടർ എന്ന് തോന്നുന്ന ഏതെങ്കിലും പേഷ്യൻസിന് അമൃതത്തിനോട് പോയി ഒരു ജൂനിയർ ഡോക്ടറെ കുഴപ്പമില്ല I want to be a HOD. Ortho HOD തന്നെ ഈ കാണുന്നത്. അപ്പോൾ വൈ ദിസ് ഈസ് വെരി സിമ്പിൾ. ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യണം. HOD പേജസ് എടുത്തിട്ട് ക്ലാസ് വെളിയിലുള്ള കൈകാണ് ജസ്റ്റിഫിക്കേറ്റ് ചെയ്യുന്നത്. ഡോക്ടർ അയക്കടെ പോകാൻ സ്മെല്ലിങ് ഓക്കെ യൂറിൻ മെഡിസിൻസ് അല്ല ഡോക്ടർ ഐ വാണ്ട് ടു നോ വൈ ദിസ് ഹാപ്പൻഡ്. Anyone of you ask a question like this? Please not a medical student, please ask him why this happened. This is a defense mechanism of body. When something external hurts you, body makes its own mechanism to prevent an internal injury. Thank you so much for asking the question. You have inspired me. ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ബ്ലണ്ടായിട്ട് കത്തി എന്നൊക്കെ ഷാർപ്പായിട്ട് എന്നിട്ട് പഴം കൊടുത്ത് കാണിക്കും. അത്ര പഴുക്കാത്തൊരു പഴം ഈ ബ്ലണ്ടായിട്ട് കത്തിയുടെ മുറിയിൽ കുറിയില്ല. ദിസ് ഇസ് ബ്ലണ്ട്. മറ്റേ കത്തിലുള്ള കുറിയും ദിസ് ഇസ് ഷാർപ്പ്. അങ്ങനെ പഠിച്ചു ഞാൻ ആ വാക്ക് മാറ്റുക ശരിയാണ്. പക്ഷെ നമുക്കപ്പോൾ ഞങ്ങൾ പറയാൻ ഞാൻ ഒരു ലെസൺ ക്ലാസ് 1 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് ഒരു ചാമ്പ് നടന്ന ടൂൾസ് വേണ്ട ഓരോ വാക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓരോ വാക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് എടപ്പാളിയത്തിനെ പോലുള്ള നമുക്ക് അച്ഛന്മാരൊക്കെ ആയിട്ടാണ് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിലെ ടീച്ചർ പഠിച്ചൊരു വർത്തമാനം പറയുക ടീച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർക്ക് തിരിക്കാനോടെന്ന് പറഞ്ഞ് ടീച്ചർ പറയുന്നത് ഞാൻ ഭയങ്കര വർത്തമാനമാണ്. എന്നാൽ എന്നെ നോക്കി ഇതൊന്നും എന്താ പറയുന്നത് കാരണം പറഞ്ഞത് തിരിക്കാനോടെന്ന് പറഞ്ഞു ഞാൻ ഉറക്കം ചികിത്സ കിട്ടിയിരുന്നു. വീട് പഠിച്ച് തീരുന്നതിന് പോലെയാണ്. ടീച്ചറിന് അറിയാവുന്നതാണ് എന്നെ എന്താ ഒരു ചൂടുമില്ലാതെ കിട്ടോളം പറഞ്ഞു. അവസാനത്തെ അന്വേഷിച്ചില്ല. എനിക്കൊന്ന് പ്രകടയാന്ന് തോന്നുന്നു. ആദ്യം ടെസ്റ്റ് നടത്തിയിട്ട് എൻ്റെ കുട്ടികളുടെ മാർക്കൊക്കെ പ്രകടയാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് മാത്യമാരുണ്ട്. കണ്ണാടി അതൊക്കെ ഇങ്ങനെ ജോഷി വരുന്നു. പിന്നെ പ്രിൻസിനെ ഞാൻ പ്രിൻസ് എവിടെ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും ഐഡിയായിരുന്നു കല്ലറ സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയത്. എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വലിയ അവാർഡ് കിട്ടുന്നതിന് ഏറ്റവും രസമായിട്ട് തോന്നി ആ സ്കൂളിലെ പിള്ളേർ എനിക്ക് ടീച്ചറിനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് മുട്ടായിയൊക്കെ പോകും ഓർക്കുന്നുണ്ട്. എങ്ങനെ ഇതിൻ്റെ അതൊക്കെ കെട്ടി വെച്ച് തരുന്ന ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ക്ലാസ് എനിക്കിപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്കിങ്ങനെ മെമ്മറി തിരിച്ചു വരാൻ പറ്റുമല്ലോ. ആ ഒരു കുറേ കാര്യങ്ങൾ അങ്ങനെയുള്ളതുണ്ടായി. പിന്നെ ആരാ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സുന്ദരിയാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടേയിരിക്കും. 2007 എനിക്കൊരു പനിയെ തുടങ്ങിയതാണ്. അങ്ങനെ ഞാൻ എല്ലാ വർഷവും നല്ല 6 മാസത്തിലൊരിക്കൽ ഞാനിങ്ങനെ വലിയൊരു പോയി അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2014 ആയപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ അവസാനമൊക്കെ ആയായിരുന്നു. ഞാൻ എൻ്റെ മരണത്തിൽ എനിക്ക് വായിക്കാൻ പറ്റി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പക്ഷെ ആ സമയത്തൊക്കെയും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ പല രീതിയിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിൻ്റെ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു.
ഇങ്ങനെ പറയുന്നു. എനിക്കൊരു മോശമായിട്ടൊരു അനുഭവം വരുമ്പോൾ ഞാൻ എപ്പോഴും അതിനെ ഓർമ്മ ജീവിതത്തിൽ ദൈവം തന്നെ ഏതെങ്കിലും വേറൊരു അനുഗ്രഹം ഓർക്കുക, അല്ലെങ്കിൽ പഴയ ഒരു നല്ല ചിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കും, അതിനെ അങ്ങനെ ഓർമ്മ ചെയ്ത് കൾച്ചറൽ പ്രോഗ്രാം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഓരോന്നും അവതരിപ്പിക്കാനൊക്കെ അവസരം കിട്ടിയതും അതൊക്കെ. പിന്നെ കൂടുതൽ ദൂരെ വന്ന അവിടെ ജെസ്സിക്ക് നമുക്ക് കഴിയില്ല. കാരണം അതല്ല, ഇപ്പോഴും നമുക്ക് ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഒരു നന്മയുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞവരും പിന്നീട് ശൈലീഷൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പല കണ്ടിട്ടില്ല, ഒന്നിച്ച് പഠിച്ചാണെന്ന് പോലും ഞങ്ങൾ വിചാരിക്കും. രണ്ടുപേരെ ഞാൻ പഠിപ്പിച്ചതാണ്. അതിനോട് പറയാത്ത ഞാൻ പ്ലസ് ടു അധ്യാപകനായിരുന്നു ഇംഗ്ലീഷിൽ. നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു അന്യസംസ്ഥാനത്തെ ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായിട്ട് ഒരു 7 വർഷത്തോളം 7 വർഷത്തോളം വർക്കിയിട്ടാണ് ഞാൻ കൊണ്ട് വന്നത്. അവസാനത്തെ 8ാമത്തെ വർഷമാണ് തോന്നുന്നു ഞാൻ ഇവിടുത്തെ PhD ചെയ്യുകയായിരുന്നു. അതിനുശേഷം നാട്ടിൽ പ്ലസ് ടുവിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ കൊണ്ട് പോകുന്നു. Do you remember that prank in the lab? Yes, and the party after. Such good times. ഈ റീയൂണിയൻ ഒരുപാട് സന്തോഷം നൽകി. നമ്മളെല്ലാവരും ഇവിടെ വീണ്ടും കണ്ടുമുട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അതെ, ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. എല്ലാവരെയും കണ്ടപ്പോൾ മനസ്സിന് വലിയ സന്തോഷം. Hi friend, it is great to talk to you. Will we ever get together after all this time? Yeah, we laughed together and shared good food. Those were the days. Look at those colors. Wow, that is truly incredible. I've never seen reflections like this. Perfect way to end the day. We are having a blast. It is truly wonderful to be here together and sharing this amazing experience as a group today. Why did the student bring a ladder to graduation? Because they wanted to reach higher education for their future career and success. Why do we tell actors to break a leg? Because every play has a cast. Look at that wonderful dessert. It looks absolutely delicious. I cannot wait to dig into that and share it with all of you right now.